അടുത്ത ക്വസ്റ്റ്യൻ 2023 ചോദിച്ചതാണ്. അതായത് കോൺഫിഡൻസ് ലിമിറ്റ് ഫോർ ഡയാമീറ്റർ. അത് അവിടെ മീനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പൊതുവെ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു അപ്ലൈഡ് ചെയ്തിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. എ സാമ്പിൾ ഓഫ് 18 മെഷർമെൻറ്റ് എന്നിൻ്റെ വാല്യൂ 18 ഓഫ് ഡയാമീറ്റർ ഓഫ് എ സ്ഫിയർ ഗേവ് മീൻ x bar equal to 5.24 and the standard deviation sigma is equal to 0.05. Find the 99% കോൺഫിഡൻസ് ലിമിറ്റ് ഫോർ ആക്ച്വൽ ഡയാമീറ്റർ. നമ്മൾ ഡയാമീറ്ററിനെ എക്സ് ബാർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് ലിമിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്ന N18 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് സെഡ് സിഗ്മ ബൈ റൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ടി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ 99% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ അവിടെ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും വരിക? 99% എന്ന് പറയുമ്പോൾ 0.99. അവിടുന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ 0.01 കിട്ടി. അപ്പോൾ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കാണുക? 13ാമത്തെ പേജിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 17 എടുത്തു. ഒപ്പം തന്നെ 99% ആയതുകൊണ്ട് 0.01 എടുത്തു. അപ്പോൾ ഒന്ന് നോക്കൂ. അതെ, 17 എടുത്തു, 0.01 എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2.898. 2.896. ഏകദേശം സിമിലറാണ്, അതെടുത്ത് എഴുതി. അപ്പോൾ 5.24 പ്ലസ് ഓർ മൈനസ് 2.896 സിഗ്മ എസിൻ്റെ വാല്യൂ 0.05 ബൈ റൂട്ട് 18. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ റാൻഡം സാമ്പിൾ ഓഫ് 500 ഓറഞ്ചസ് വാസ് ടേക്കൺ ഫ്രം എ കൺസൈൻമെൻറ്റ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ? 500. 65 പേർ ഫൗണ്ട് ടു ബി ബാഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബാഡ് ആണോ ഗുഡ് ആണോ ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇത് 500 എണ്ണത്തിൽ 65 എണ്ണം ബാഡാണ്. അപ്പോൾ നമ്മൾ പി 65/500 ആണോ ചൂസ് ചെയ്യേണ്ടത്, അതോ 1 - 65/500 ആണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞില്ലേ, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഗുഡ് വൺസ് എന്ന് ചോദിക്കാം. ഇവിടെ ബാഡ് വൺസാണ് ചോദിച്ചത്, ഇവിടെ ബാഡ് വണ്ണിന് പകരം ഗുഡ് വൺ ആക്കാം. അതേപോലെ തന്നെ 60 വെർ ഫൗണ്ട് ടു ബി ബാഡ് എന്നുള്ളിടത്ത് ചോദ്യം മാറ്റി ഗുഡ് ആക്കാം. ഈ 65-ന് പകരം ഏത് നമ്പർ മാറ്റിയിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഈ ഓറഞ്ച് തന്നെ ആവണില്ലേ, ഇങ്ങനെ ഏതെങ്കിലും സാധനങ്ങൾ നാശമായി, ഡിസ്ട്രക്ഷൻ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വരാം? ക്വസ്റ്റ്യൻസ് വരാം. ഫൈൻഡ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന സിഗ്മ ബൈ റൂട്ട് 10. പക്ഷേ ഇവിടെ അതൊന്നുമല്ലല്ലോ യൂസ് ചെയ്യണേ. ഇവിടെ പിയും ക്യൂ ഒക്കെ ഉള്ളത്. അങ്ങനെ ഒരു ഇക്വേഷനും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എററിന് റൂട്ട് ഓഫ് PQ/N. ആ റൂട്ട് ഓഫ് PQ/N ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ബാഡ് ഓറഞ്ചസിൻ്റെ സ്റ്റാൻഡേർഡ് എററാണ്. അപ്പോൾ പി ആയിട്ട് നമ്മൾ 65/500 തന്നെ ചൂസ് ചെയ്യണം. ക്യൂ ആയിട്ട് 1 - P. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ കോൺഫിഡൻസ് ലിമിറ്റ് അല്ല ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ബാഡ് വൺ. അതാണ് റൂട്ട് ഓഫ് PQ/N കഴിഞ്ഞു. ഞാൻ അവിടെയും കൊണ്ടൊന്നും അവസാനിച്ചില്ല. ആൻഡ് പ്രോബബിൾ ലിമിറ്റ് ഓഫ് ബാഡ് ഓറഞ്ചസ് ഇൻ കൺസൈൻമെൻറ്റ്. അതായത് ഇവരുടെ ലിമിറ്റ് ഈ ബാഡ് ഓറഞ്ചസ് നിലനിൽക്കുന്ന ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, 2 ക്വസ്റ്റ്യനാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ P പ്ലസ് ഓർ മൈനസ് സെഡ് റൂട്ട് ഓഫ് PQ/M. എല്ലാ വാല്യൂ ഉണ്ട്, പക്ഷെ എനിക്ക് സെഡ് തന്നിട്ടില്ല. അവിടുന്ന് എന്ത് മനസ്സിലായി? സെഡിൻ്റെ വാല്യൂസൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും അത് 3 എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിവിടെ സെഡ് = 3 എന്ന് എടുത്തിരിക്കുക. അങ്ങനെ പ്രൊസീഡ് ചെയ്യാം.